ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ 2026 പെസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് തിരക്കൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ ചെയ്യണം. 5:51 വൈകിട്ടായപ്പോഴാണ് ഓപ്പൺ ആക്കി അപ്ഡേഷനൊക്കെ കഴിഞ്ഞാൽ ഏകദേശം 3 GB അടുത്ത് ഗെയിമിൻ്റെ ഇത് വണ്ടി ഐപാഡിലാണ് കളിക്കണോണ്ടായിരിക്കും ചിലപ്പോൾ 3 GB. ഒരുപാട് പിള്ളേർക്ക് അനിമേഷന് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു മറ്റേ മെസ്സിയുടെ സ്ലൈഡ് ചെയ്ത് തന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അനിമേഷൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്നും ചില ഡിവൈസ് കിട്ടിയില്ല. കൺട്രി മാറ്റിയിട്ടുണ്ടാണ്. കുറേ പേര് സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് തന്നെ കുറേ പേർക്ക് അനിമേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ ലോഗിൻ ആയതുകൊണ്ട് ഇന്ത്യ തന്നെ കൊടുക്കണം. നമ്മൾ കൺട്രി കാര്യങ്ങളൊന്നും മാറ്റാറില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ബ്രോ ഏത് കൺട്രി ഇടണ്ട, ജപ്പാൻ്റെ ഒക്കെ ആക്കണം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളിഷ്ടം പോലെ ചൂസ് ചെയ്തു, ഞാനിതുവരെയായിട്ട് മാറ്റിയിട്ടില്ല എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞേക്കണം. ഞാൻ ലോഗിൻ ചെയ്യണുള്ളൂ. ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 21 MB അപ്ഡേഷൻ കൂടി ഉണ്ട് കേട്ടോ. മിക്ക ആൾക്കാർക്കും അപ്ഡേഷനിൽ വന്നേക്കണ ഇത് എന്ന് പറഞ്ഞാൽ ചില ഡിവൈസുകളിൽ മാത്രമാണ് മറ്റേ നമ്മുടെ പാക്ക് തുറക്കുമ്പോഴൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ, അനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടാത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ കിട്ടാത്തുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ സാധാരണ പോലെ ലോഗിൻ ബോണസ് തന്നെ അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊരു 150 കോയിൻ നമുക്ക് കിട്ടും. എന്തായാലും കറക്റ്റായിട്ട് എല്ലാവരും ലോഗിൻ ചെയ്ത് കോയിനൊക്കെ കളക്ട് ചെയ്യാൻ നോക്കാം. എന്തൊക്കെയോ അങ്ങനെ കുറേ കളക്ട് ആവുന്നുണ്ട്. ഇതൊക്കെ എന്തായാലും നോക്കാം. എന്തായാലും മിഷൻസിൻ്റെ അവിടെ ഒരു 13 വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ദൂരാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവിഷൻ 1 റീച്ച് ആയതിൻ്റെ അതൊക്കെ കംപ്ലീറ്റ് ആണ്. ഇവിടെ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ, എന്തോ ഇന്ത്യയുടെ ഒരെണ്ണം നമുക്ക് കറക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഡെയിലി ഗെയിം ഉണ്ട് കേട്ടോ. ഡെയിലി ഗെയിം നോക്കാം നമുക്ക്. എന്തായാലും എല്ലാവരും കാത്തിരിക്കണം പറഞ്ഞാൽ ഡെയിലി ഗെയിം കാര്യങ്ങൾ. ഞാൻ ഫോട്ടോസിലും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ കണ്ടായിരുന്നു. റൗള് അതുപോലെ തന്നെ എഡൻ ഹസാർഡിൻ്റെ ഒക്കെ ഒരുപാട് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആയിട്ടൊന്നും പിടിച്ചില്ല. എന്തായാലും പതുക്കെ എനിക്ക് നീങ്ങുള്ളൂ. എന്തായാലും 4, 5, 6 ആയിട്ടാണ് കിട്ടുള്ളൂ. 1, 2, 3, 4, 5, 6 6 പോകും. അപ്പോൾ ആദ്യത്തെ ലാപ്പിൽ എഡൻ ഹസാർഡിനെ കിട്ടും. റയൽ മാഡ്രിഡിൻ്റെ ഉള്ള ഒരു 28 വയസ്സുള്ള എഡൻ ഹസാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹസാർഡാണ്. പുള്ളിക്ക് ഫിനോമിനൽ പാസ്സാണ് സ്കില്ലായിട്ട് കൊടുത്തേക്കണം. എന്തായാലും നല്ലൊരു ഹസാർഡായിരിക്കും മിക്കവാറും. ഇത് കിട്ടിയാലാണ് നമുക്ക് ഇതിൻ്റെ ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡെയിലി ഗെയിം ബോക്സ് ഉണ്ട്. ഡെയിലി ഗെയിംസുള്ള റൈക്കാർഡാണ് കിടക്കേണ്ടത്. 32 വയസ്സുള്ള റൈക്കാർഡാണ്. അതൊരു പ്രശ്നമാണല്ലോ. കാര്യം അതിൻ്റെ ഒരു ഇത് ആങ്കർമാനാട്ടോ തന്നെ. നല്ല റൈക്കാർഡ് ഇല്ലാത്തവർക്ക് ഒരു നല്ലൊരു കാർഡ് തന്നെയായിരിക്കും. ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെയാണ് കൊടുത്തേക്കണം. എന്തായാലും നല്ലൊരു കാർഡായിരിക്കും. അപ്പോൾ എല്ലാവരും ഡെയിലി ഗെയിമൊക്കെ കറക്റ്റായിട്ട് മാക്സിമം കറക്റ്റ് എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് പെനാൽറ്റിയൊക്കെ അടിക്കാം. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്ത് കളിച്ച് ചിലർക്കൊക്കെ അവസാനമായിട്ട് പറഞ്ഞത് റൗളിൻ്റെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഡമ്മി റണ്ണറാണ് ശോകം. എന്തായാലും കാർഡ് കിട്ടിയാലാണ് നമുക്ക് എന്തായാലും ഇതിൻ്റെ കളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ റഫേലിയാവോടെ റൊണാൾഡോയുടെ കൂട്ട് പോർച്ചുഗലിൻ്റെ ഒരു കാർഡ് പോലത്തെ ഒരു പ്രൊഫിളിക്കുന്നൊരു കാർഡ് എടുക്കേണ്ടത് നല്ലതായിരിക്കും. പിന്നെ ഡിമാർക്കോടെ ഒരു കാർഡ് ഉണ്ട്, ലെഫ്റ്റ് മിഡ്ഫീൽഡർ, സ്പെഷ്യലിസ്റ്റ് ആട്ടോ. നല്ല പുള്ളിക്ക് നല്ല പ്ലേ ഉള്ള കാർഡായിരിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന കാർഡ് എന്തായാലും നല്ലതായിരിക്കും. പിന്നെ വേറെ എന്താ പറഞ്ഞേക്കുന്നത്, റൗള്. പിന്നെ 100 കോയിൻ വെച്ചിട്ട് 1, 2, 3, 4, 5 ലാപ്പ് കഴിയുമ്പോൾ 6ാമത്തെ ലാപ്പിൽ 100 കോയിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ 6 ലാപ്പ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നല്ല ദൂരത്താട്ടോ. പിന്നെ 20ാമത്തേലൊക്കെ കൊടുക്കണം. എന്നാലും കൊള്ളാം. ഒരു 24 ലാപ്പൊക്കെ കറക്റ്റായിട്ട് കളിക്കുകയാണെങ്കിൽ എല്ലാവരും കറക്റ്റായിട്ട് എല്ലാത്തിലും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഗെയിംസും അങ്ങനെയുള്ള പെനാൽറ്റിയൊക്കെ നമുക്ക് അടിച്ച് അത്യാവശ്യം കുറച്ച് പ്ലെയറിനെയൊക്കെ എടുക്കാം. നമുക്ക് മെസ്സിനെ കിട്ടിയില്ല. എല്ലാവർക്കും മെസ്സിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നപ്പോൾ തന്നെ. നമുക്ക് മെസ്സിനെ കിട്ടിയില്ല കേട്ടോ. മെസ്സി ഇല്ലേ. ഓ ഞാനോർത്ത് ഇനി 10 പ്ലേ ഒക്കെ ഇട്ട് കളിച്ചിട്ടാണ് ഇനി കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക.
നമുക്ക് അനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചില ആൾക്കാർ അനിമേഷനും കാര്യങ്ങളൊന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയണ്ടായിരുന്നു. കാര്യം അത് ഡിവൈസിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പഴയ ഒരു ഡിവൈസിൻ്റെ പ്രശ്നമൊക്കെ ആയിരിക്കും മിക്കവാറും. നമ്മുടെ നോക്കട്ടെ ലോഗിൻ ചെയ്ത് നോക്കി. മെസ്സി വന്നിട്ട് ഇവരെ വന്നിട്ട് നേരെ ടാക്കിളൊന്നും ചെയ്ത് വന്നില്ല എന്ന് പറഞ്ഞു. നമ്മുടെ വന്നിട്ടാ നല്ല അടിപൊളി അനിമേഷനാണ്. വെളുത്തിട്ടൊന്ന് പാറിയുണ്ട് മെസ്സി. എന്തുവാടെ കാണിച്ചു വെച്ചേക്കണേ. എന്തായാലും മെസ്സിയുടെ കാർഡൊന്ന് നോക്കാം. 37 വയസ്സുള്ള മെസ്സിയോ, മിയാമിയുടെയോ? ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. മെസ്സിക്ക് എന്തൊക്കെ സ്കില്ലാണ് കൊടുത്തണേ? പ്രത്യേകിച്ച് സ്കില്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മെസ്സിക്ക്. ഒരു സ്കില്ലുമില്ല. സാധാ മെസ്സി കഴിഞ്ഞ കൊല്ലം കിട്ടിയ അതേപോലെ തന്നെ മെസ്സി. ഒരുത്തരും ഇടിവാളെന്ന് കുറച്ച് കൂടുതലും മിന്നുണ്ട്. അതാണ് വ്യത്യാസമുള്ളൂ. ബാൾ കൺട്രോൾ, ട്രിപ്പിളിങ് അതൊക്കെ ഒരു 100 പോവും അല്ല. പിന്നെ കേളൊരു 90 കിട്ടുമായിരിക്കും. ബാലൻസും അത്യാവശ്യമുണ്ട്. സ്റ്റാമിന കുറവാട്ടോ. അതിന് പ്രായമായതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. വലിയ മെനൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. ഇനി ഇവിടെ ഒരു ഇതെന്താ 1 ബൂസ്റ്ററോ? റയൽ മാഡ്രിഡിൻ്റെ യൂജസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ബിൽഡപ്പാണ്. നല്ല കാർഡാട്ടോ. പക്ഷേ ഒരു ബൂസ്റ്ററൊക്കെ വന്ന് എത്ര വരുമെന്ന് അറിയാൻ പാടില്ല. ചില 100 വരുമായിരിക്കും, 101 വരുമായിരിക്കും. അതിൽ കൂടുതൽ എന്തായാലും കിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഫ്രീ ഇറക്കാണ്ട് നമുക്ക് ഇന്ത്യയുടെ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്യാമ്പയിനൊക്കെ ആയതുകൊണ്ടായിരിക്കും നമുക്ക് തന്നെ. അനിമേഷനൊക്കെ കൊള്ളാം കേട്ടോ. കാർഡിനുമ്പോൾ തന്നെ അറിയാൻ പാടില്ല അവനാരാണ്. റഹീം അലി കൊള്ളാം. ഇന്ത്യയുടെ പ്ലേയേഴ്സൊക്കെ തന്നെ കുറവാൻ്റെ ഒരു ഗോളി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ലല്ലോ. എന്തായാലും കളിച്ചൊക്കെ നോക്കേണ്ടി വരും ഇവിടെ. ഈ ഫുട്ബോൾ ലീഗ് കളിച്ചാലാണ് കിട്ടുമെന്ന് തോന്നുന്നത്. ഇത് ലീഗ് കളിക്കണ ഡിവിഷൻ 1 അടിക്കുന്നവർക്ക് കൊടുക്കണ പരിപാടിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഇടയായിട്ട് ആരോ പറയണ കേട്ടായിരുന്നു. നോക്കണം അതെങ്ങനെയാണ്. റൈറ്റിംഗ് ഹൈയസ്റ്റ് റൈറ്റിംഗ് ഓഫ് ദ പ്ലെയർ കിട്ടുമായിരിക്കും. വിഷണറി പാസുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഹൈയസ്റ്റ് സ്കോഡ് കാർഡാണ്. ഒരു എത്ര പോയിരിക്കും ഏകദേശം. ക്രിയേറ്റീവ് പ്ലേ മേക്കർ കുഴപ്പമില്ലാത്ത പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു കാർഡാണ്. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീ ടൈം ഇത് നമ്മൾ മാച്ച് കളിച്ച് കിട്ടണമെന്നാണ്. കുഴപ്പമില്ലാത്ത കിട്ടുമായിരിക്കും. എന്തായാലും നോക്കാം. പിന്നെ നോമിനേഷൻ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. റോഡറി വന്നിട്ടുണ്ട് കേട്ടോ. റോഡറിൻ്റെ ഉണ്ടായില്ല. അപ്പോൾ ഒരു നോമിനേഷൻ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ റോഡറിനെ ഒന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. വേറെ ആരും വേണ്ട. പിന്നെ വേറെ സാധാ ഇതൊന്നും നമ്മളെന്തായാലും എടുക്കാറില്ല. 100 കോയിന് ഇതൊന്നും എടുക്കലൊന്നുമില്ല. കുറേ പാക്ക് വരുന്നുണ്ട്. പിന്നെ വന്നേക്കണത് സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റോ. ഇതെല്ലാം നോക്കിയപ്പോൾ പാക്സിൽ മെസ്സി വന്നിട്ടുണ്ട്. മെസ്സിയുടെ അവസ്ഥ നോക്കട്ടെ. ക്ലാസിക് നമ്പർ 10 സ്കില്ലെന്താ? വിഷണറി പാസ്സാണ് പുള്ളിക്കുള്ള സ്കില്ല്. അപ്പോൾ ഇതൊന്നും വലിയൊരു സെറ്റപ്പുള്ള കാർഡല്ലായിരിക്കും. 37 വയസ്സുള്ള മിയാമി കളിക്കണം. അവിടെ ഒരെണ്ണം കണ്ട് ഇവിടെ ഒരെണ്ണം കിട്ടിയൊരു 104 പോയിരിക്കും. ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ഷോക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇതൊന്നും കാർഡൊന്നും മേടിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ഈ 100 അർജൻറ്റീനയുടെ കാർഡിന് നല്ലായിരുന്നു. മറ്റേ ബാഴ്സയുടെ മുടിയുള്ള മെസ്സി കുറച്ചുകൂടെ അത് ഇതിനെ നന്നായിട്ട് കളിക്കുന്നു. പക്ഷേ ഇതൊരു അത്ര സെറ്റപ്പെട്ടില്ല. ലാമിനമാലിൻ്റെ ഒന്ന് നോക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കാം. ഞാനെന്തായാലും പറയൂല. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിനെടുക്കണ്ടെന്ന് പറയുള്ളൂ. അതിനിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാക്ക് എന്തെങ്കിലും കറക്കി വേറെ എന്തെങ്കിലും പ്ലെയർ വരുമ്പോൾ എടുക്കണമായിരിക്കും നല്ലത്. മെസ്സിയൊക്കെ അവിടെ തന്നെ കാലങ്ങളോളം കിടക്കും. 300 ദിവസം ഉണ്ടാവും എന്തായാലും പാക്കൊക്കെ. 356 ദിവസം ഉണ്ട്. ഇനിയും കിടക്കാണ് കണക്കിന് ദിവസം. അടുത്ത വർഷം പോകുള്ളൂ. യമാലിന് എന്താ പ്രശ്നം? യമാലിന് എഡ്ജഡ് ക്രോസിംഗ് ആണോ കൊടുത്തത്? പക്ഷേ എന്തുവാടേ ഈ പുള്ളി എഡ്ജഡ് ക്രോസിംഗ് ഒക്കെ ചെയ്യും. എന്നാലും കൊള്ളാം. സ്പീഡിങ് ബുള്ളറ്റാണ്. ലോ പാസിംഗ് ഒക്കെ നല്ലപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫിനിഷിങ് എത്ര 76, കേള 79. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിക്കും. ആക്സലറേഷൻ സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ട്. കിക്കിംഗ് പവർ 77. ബെഞ്ചമിൻ വില്യംസ് ഉണ്ട്.
ഇത് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇത് പ്രതിമയൊക്കെ കിട്ടും കേട്ടോ. ഇതൊക്കെ എന്തിനാണ് ഈ സ്വാമി വെറുതെ ഇടങ്ങാറാകാം മനുഷ്യന്മാരാ. ഇതെന്താ വർക്കാവൂല? ഇത് പോയാ അടിച്ചു പോയാ ഫസ്റ്റ്. അപ്പോൾ ഇതൊന്നും എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് യമാലില്ലാത്തതിന് താല്പര്യമുള്ള യമാലിന് എടുക്കാൻ പറ്റും. ഞാൻ പറയും മെസ്സിനെ എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ പഴയ കോച്ചുകൾ തന്നെ. പിന്നെ വന്നത് കസ്റ്റമബിൾസ്. ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാനർ നമ്മളെ സ്റ്റേഡിയത്തിൽ കെട്ടിത്തരുന്നതാണ്. ആ ഒരു 100 കോയിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം, നല്ലതായിരിക്കും. പിന്നെ ഈ ബ്ലാക്ക് പടുത താഴെ കെട്ടിത്തരുന്നതാണ്, എന്തായാലും കൊള്ളാം. ഇതെന്താണ് ഇത്? ബലൂണോ? കളിക്കാനെടുക്കുന്ന ബലൂണ് നോക്കിയിരിക്കാൻ ശോകം. ഷൂട്ട് സ്റ്റാച്ചു. ഇതൊക്കെ 100 കോയിന് മേടിച്ച് മൂഞ്ചരുത്, എനിക്കിതാ പറയാനുള്ളൂ. 100 കോയിൻ്റെ ഒക്കെ വില എന്താണെന്നുള്ളത് കോയിൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അത് 900-ൻ്റെ ബാക്ക് ഇറക്കുന്നവർക്ക് മനസ്സിലാവും. 100 കോയിനൊന്നും മൂഞ്ചിക്കരുത്. എന്താണ് ബൊമ്മക്കുട്ടിയോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഈ ജപ്പാൻ്റെ പിള്ളേർക്കുള്ള സാധനങ്ങളാണ് അതൊക്കെ. നമുക്കുള്ളതല്ല. ഈ സാധനമൊക്കെ ജപ്പാൻ, ചൈനീസ് ഒരു എന്താ പറയുക, ഒരു ടോയ്സാണ് ഇതൊക്കെ നമുക്കൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളിതൊക്കെ മേടിക്കാണ്ടിരിക്കുക. നമ്മുടെ പിള്ളേരുടെ അടുത്ത് പറയാനുള്ള ഇതൊക്കെ വാങ്ങിച്ച് മൂഞ്ചരുത്. ഇതെന്താണ് ഇത്? പെരുന്നാളിന് ഇറക്കാൻ വെച്ച ആടോ? കഷ്ടം. നല്ല മുതുക്കൻ ആടാണ്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ ഫുട്ബോളിൽ? ഇത് ആർട്ട് ബോർഡോ? ഇത് ശോക അവിടെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇത് ഇനി ഇവിടെ തിരിക്കണ ആൾ വരുമോ? ശോകാട്ടാ. ഞാൻ പറയണതൊന്നും വാങ്ങിക്കാതിരിക്കാം. ഇതൊക്കെ മേടിച്ച് മൂഞ്ചരുത്. ഇത് കൊള്ളാട്ടോ. ഇതിങ്ങനെ ഗോളടിക്കുമ്പോൾ അത് വെറുതെ തന്നെ കത്തും. ഇത് ഗോൾ എഫക്റ്റാണ്. ഇത് നല്ല ആട്ടോ. ഈ സാധനം ഞാൻ പറയുകയാണെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഗോയിനുള്ളവർക്ക് വാങ്ങിക്കാം, അല്ലാത്തവർ ഒഴിവാക്കി വിടാം. 3 തീയോ? ഇത് നോക്കട്ടെ. ഇത് കൊള്ളാട്ടോ. ഇതും കൊള്ളാം. അതിന് ഭേദം എനിക്ക് ഇതല്ല മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ട 3 തീ ഒരു മേല. ഇത് കൊള്ളാമല്ലോ. ഇതിന് നല്ലത് അടിപൊളി. ഗോൾ അടിക്കുമ്പോൾ തന്നെ മറ്റേ പൊട്ടണതല്ല. ഇതൊരു അലമ്പ് സാധനമാണ്. ഇത് 2 അലമ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ അടിച്ചാണ് കയറുമ്പോൾ തന്നെ 8 ഒരു സ്റ്റണ്ണി ഷോട്ടടി കണ്ടിട്ട് അപ്പം തന്നെ തീയും പാറി ഒരു സെലിബ്രേഷൻ ഇട്ട് നമ്മൾ പൊളിയായിരിക്കും. ഇതായിരിക്കും കുറച്ചും ബെറ്റർ ആദ്യത്തെ. ബാക്കിയൊക്കെ ഷോക്കാണ്. 356 ദിവസം ഉണ്ട്. പതുക്കെ ആവശ്യമുണ്ടെങ്കിൽ പതുക്കെ വാങ്ങിച്ചാൽ മതി. എന്ത് കണ്ടാലത്? ഇത് ഈ പ്രൊഫൈലിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ബ്ലാക്ക് സാധനം നോട്ടാം. പ്രൊഫൈൽ ബാനറാണ് സാധനം. ഷോക്കാണ്. ഇത് നമുക്ക് ആവശ്യമില്ല. ആരെ ഈ പ്രൊഫൈലൊക്കെ നോക്കിയിരിക്കണം. ഇതൊക്കെ പോയി വാങ്ങിച്ച് 100 കോയിൻ കളയരുത്. മൂഞ്ചും. എന്താ ഇതല്ലേ ഇപ്പം നമ്മൾ നോക്കിയത്? ഇതെന്താ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ്? പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാണ് നോക്കാം. അവിടെ പഴയ പ്ലേയേഴ്സ് തന്നെ ഇച്ചിരി പൈസയൊക്കെ കൂട്ടിയുണ്ട് മൂഞ്ചിക്കാനായിട്ട്. ആരും ഇതിലൊക്കെ പോയി ചാടാതിരിക്കാം. ഏതെങ്കിലുമൊക്കെ ബാക്കിലൊക്കെ 100 കോയിനുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവരൊക്കെ കിട്ടും. പിന്നെ സ്റ്റാൻഡേർഡ് മാനേജർ ഒരു വ്യത്യാസമല്ല. പൈസ ഇത്തിരി കൂട്ടിയുണ്ട്. അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ മാനേജർമാരൊന്നും ആഡ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ് ഇതൊന്നുമില്ല. ഞാനത് കളിച്ച് തുടങ്ങിയപ്പോഴൊന്നും കണ്ടല്ലോ അതിനകത്ത്. ഇപ്പോഴും ഇല്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് സത്യം പറഞ്ഞാൽ. ഞാനത് നോക്കിയിട്ടില്ല എന്താ സംഭവം. ഇതൊക്കെ ക്യാമ്പയിൻ, സ്റ്റാർട്ടപ്പ് ക്യാമ്പയിൻ, പ്ലേ മാച്ച് അഡ്വാൻസ് ഫേസ്. ഒരു കളി കളിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കംപ്ലീറ്റ് ആവുമെന്നാണ് പറയണേ. ഏകദേശം 21/8 വരെയുള്ള നമുക്കുണ്ട്. അപ്പോൾ മാച്ചൊക്കെ കളിക്കാം. എന്ത് കറക്കുമ്പോൾ ഫ്രീ ഉള്ള ഇത് 4 പ്ലേയേഴ്സിനപ്പം നമുക്ക് ഇത് കളിച്ചാലാണ് കിട്ടുള്ളൂ. 1 2 പ്ലേയേഴ്സിന് നമുക്ക് ഈ വീക്ക് തന്നെ കിട്ടും. 3 ഇവിടെ 50 കോയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാച്ചു എന്താണ്ടുണ്ടെന്നോ. എന്തായാലും നോക്കണം. ഇതൊന്നും ലോഡാവണല്ലോ. എന്തൊക്കെയോ ഉണ്ട്. നോക്കട്ടെ. ഇതൊക്കെ എന്താ? ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. പ്ലേയേഴ്സിനൊക്കെ എന്തായാലും മാച്ച് കളിച്ചെടുക്കാൻ നോക്കാം. 5 സ്റ്റാർ പ്ലെയർ ആണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു വില ഉണ്ടാവും എപ്പോഴും. സ്റ്റാർട്ടപ്പ് റിസീവ് അടിച്ചുകൂടാം. കുറേ കണക്കാക്കണത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഒരാഴ്ചത്തേക്കുള്ളൂ ഇതിൻ്റെയൊക്കെ വെടിക്കെട്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തിറങ്ങിയോ എന്തോ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്ലെയറിനെ കൊണ്ട് സുനിൽ ഛേത്രി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ തന്നില്ല. എന്തായാലും താല്പര്യം ഉണ്ടായിരുന്നു. അത് കിട്ടില്ല. പക്ഷെ നമുക്കിതൊന്നും തന്നില്ലല്ലോ. എന്താ തരാത്ത? 1 മണ്ണൊക്കെ ഞാൻ അടിച്ചാളോ.
ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനും കണ്ടായിരുന്നു ഇത് മറ്റേ അപ്ഡേഷൻ സമയത്ത്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതെന്ത് പണ്ടാരാണ് ഇത്? ഇവിടെ ഒരു 10 മഞ്ഞ കളറ്, ഇവിടെ 50 കോയിൻ, 2 പ്ലെയർ. ഈ പ്ലെയർ എല്ലാവരും ഉണ്ട്, കമ്മിങ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ എടുക്കേണ്ട എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ല. ഇതെന്താ സംഭവം അറിയാം. എന്തായാലും ഞാൻ നോക്കിയിട്ട് എന്തായാലും വേറെ വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. എന്തായാലും അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കറിയാൻ പാടില്ലാത്ത കാര്യത്തിലോട്ട് പോയി പിടിക്കാണ്ടിരിക്കുക മാക്സിമം. ഇങ്ങനെ പുതിയ ഓരോരോ എന്തൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. നന്നായി ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാലാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. അത് മൊറീനോട് അത് വന്നിട്ടില്ല, പുള്ളി അവിടെ 20 ദിവസത്തെ പാക്കോ? കോയിനൊക്കെ കൊടുക്കണ്ടല്ലോ ഫ്രീ ആയിട്ട്. ആരെടുക്കാൻ? ആരും വന്നില്ലല്ലോ. മെസ്സിനെ അടിക്കാൻ വേണ്ടി ഇത്ര കോയിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ട. ഇത് ലാഭട്ടാ. ഈ മൊറീനോടെ 250 രൂപ 89 കൗണ്ടർ കൊള്ളാട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട്, സ്റ്റാമിന. ഇത് ബാക്കൊക്കെ ഡിഫൻസൊക്കെ നല്ല കട്ടൊക്കെ വയ്ക്കുമായിരിക്കും. പിന്നെ ലോങ് ബാളാണ് പിന്നെ ഉള്ളത്. ഷോ 150 കോയിൻ വിത്ത് മൊറീനോ, സൺയൂമിൻ, പിന്നെ ഡീപ്പ്. അത് ലാഭമുള്ളതാണ്. 250 രൂപ 150 കോയിനും മൊറീനോനെ കിട്ടുകയാണെങ്കിൽ. ലെഫ്റ്റ് ബാക്കിൻ്റെ ഇത് 50 കോയിനൊരു ബൂസ്റ്ററും ഇതും നല്ലതായിരിക്കും. ഇതൊക്കെ എത്ര വരെ പോവും? എങ്ങനെയാണ് ഇതിൻ്റെ അറ്റാക്കിങ് ഫുൾ ബാക്ക്? നല്ലതായിരിക്കും. നോക്കണം, കളിപ്പിച്ച് നോക്കി ഇവരെടുത്ത് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവും. എന്തായാലും 50 കോയിന് അതും ലാഭമാണ്. ഇതാണ് കുറച്ച് കാശ് കൊണാമി കൊണ്ടുപോകും. റൂട്ട് വാൻ അങ്ങനത്തെ ഇങ്ങനെ കിടക്കണം. CF പ്ലെയർ ബോക്സിൻ്റെ ബോക്സാണ്. മെസ്സിന്ന് പറയാം. ഫിനിഷിങ്ങൊക്കെ അത്യാവശ്യം 82 കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു 96 94 അടുത്ത് വരുമായിരിക്കും ഫിനിഷിങ് എന്തായാലും. അതിനകത്ത് മറ്റി മാർക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. 3 പ്ലേയേഴ്സും ലാഭമാണ്. പിന്നെ സാധാരണ പോലെ തന്നെ ഒന്നും അറിയാണ്ട് കയ്യിൽ തൊട്ട് 2000 3000 പൈസ കൂട്ടിയോ? ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. അപ്ഡേഷനൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് എൻ്റെ മെസ്സിയുടെ ഈ മാതിരി പിങ്ക് കളറും പച്ച കളറും ഒക്കെ അടിച്ച് ഒരുമാതിരി പഴിച്ച കളറാക്കി വെച്ചേക്കാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറെ അപ്ഡേഷനൊക്കെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആരാ വന്നേന്ന് അറിയാൻ പാടില്ല. ഇതിൻ്റെ അടുക്കപ്പോഴൊരു അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി വേറെ ആരോ വന്നേക്കണേ. റൂബൻ അമോറിയത്തിൻ്റെ നോക്കിയില്ല ബൂസ്റ്ററും കാര്യങ്ങളും. എവിടെയാണോ അത് കിടക്കുന്നത്? ഇത് ഗെയിം മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ലോഫ്റ്റഡ് പാസ്. ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിക്ക് കൗണ്ടറാണ്. ഏതാണ് കിടക്കണം? ഔട്ട് സൈഡാണ്. എന്തായാലും മാച്ചൊക്കെ കളിച്ച് ഡബിൾ ബൂസ്റ്ററൊന്നും ഇല്ലാത്ത കോച്ചൊക്കെ ഇല്ലാത്തവർക്കൊക്കെ കളിച്ചെടുക്കാവുന്നതാണ്. ഏതാണ്ട് 4-9 വരെ ഉണ്ട് നമുക്കിതിൻ്റെ ടൈം. ഇത് അടുത്ത മാസം വരെ ഉണ്ട്. എന്തായാലും പതുക്കെ ഒന്ന് കളിച്ചാൽ മതി. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. ഡിവിഷനൊന്നും നോക്കാൻ, മാച്ചസ് നോക്കിയില്ല. ഒരു ഇവൻറ്റും സ്ഥലം തോന്നുന്നുണ്ട്. ഇപ്പോൾ അത് 50 പോയും വെറുതെ തന്നെയായിരുന്നു ഈ വലിയ ഉപകാരം. ഇതിനകത്ത് എന്തുള്ളത്? ബൂസ്റ്ററാണുള്ളത്. ഇതിനകത്ത് എന്തുള്ളത്? സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഫ്രീ ഇറക്കാണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 5 സ്റ്റാർ പ്ലേയത്തിന് ഫ്രീ ഇടുന്ന പ്ലേയത്തിന് ഞാൻ ഇറക്കലില്ല. സത്യം പറഞ്ഞു ഞാൻ ആകെ ഒരു വാണ്ടേക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു 5 സ്റ്റാർ ഞാൻ ഇറക്കാനുള്ള. ബാക്കിയുള്ളവർ ഇറക്കാനുള്ള സ്ഥലവും നമ്മുടെ സ്കോഡിലില്ല നിലവിൽ ഇപ്പോൾ. അപ്പോൾ 50 പോയിൻ്റെ പരിപാടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ലീഗ് ഉണ്ടല്ലോ റോബോട്ട്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ തരാണ്ടായിരുന്നു. കൊണാമി തരൂ ഒന്നും തന്നില്ലേ? ഡിവിഷൻ 5, ഡിവിഷൻ 6, ഡിവിഷൻ 7, ഡിവിഷൻ 8, ഡിവിഷൻ 9 കഴിഞ്ഞ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ അതൊക്കെ കംപ്ലീറ്റ് ആണെന്നാണ്. നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയപ്പോൾ PvP 7 ഉണ്ടാവും. 7 ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തന്നേക്കും, എല്ലാം തന്നേക്കും. ആരിക്കൈനെ കിട്ടിയുണ്ട്. ഇപ്പോൾ കുറേ സാധനങ്ങൾ. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ.
ഫ്രണ്ട് മാച്ച് മൈ ലീഗ്. ഇനി ലാഗ് ഉണ്ടാ ഗെയിം കളിക്കുമ്പോൾ ഇനി സ്ക്രിപ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി മെയിനായിട്ട് നോക്കുന്നത്. ഗെയിമൊന്നും കളിച്ച് നോക്കിയാലോ. ഇപ്പം എന്തായാലും ഞാൻ ഈ സാധനമൊക്കെ ആയിട്ട് എടുക്കാറ്. ഇപ്പോൾ വേറെ സാധനമൊന്നും ആവശ്യമില്ല. സ്കില്ലൊന്നും നമ്മൾ കൊടുക്കൽ കുറവാണ്. ഓൾറെഡി ഞാൻ ലിഗസി ട്രാൻസ്ഫർ ചെയ്താണ് സ്കില്ല് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വരലില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാത്ത കേട്ടോ. പിന്നെ GP ക്യാമ്പയിനോ അവതാർ ഐക്കൺ, നമ്മൾ ഈ അവതാർ സാധനമൊന്നും മേടിക്കില്ല. ഇത് ലാഭമാട്ടോ. കുറേ സാധനങ്ങളൊക്കെ കുറച്ച് പൈസയൊക്കെ കുറച്ചുണ്ടില്ല. വെയിറ്റിലില്ല, അതേ വില തന്നെ ഉണ്ട്, 3 ലക്ഷം രൂപ. അപ്പം ഇങ്ങനെ കണസ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കണേ. ഇതെന്താ നമ്മൾ ഇത് ഡ്രസ്സൊക്കെ തരും കേട്ടോ നമുക്ക്. ഇത്തവണ നാളെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണ് കൊണാമി. ഇന്ത്യനെയൊക്കെ ഓർക്കണ്ടോ ഇവർ, എല്ലാവരും കൊള്ളാം. വേറെ സുനിൽ ഛേത്രി വരുന്നുണ്ടോ വിചാരിച്ചു. ചിലപ്പോൾ ഒരു ചെറിയൊരു അപ്ഡേഷൻ ചിലപ്പോൾ അടുത്തേൽ കൊണ്ടുവരാനായിരിക്കും പുള്ളി ഇവർ വിചാരിച്ചേക്കണേ. ഇത് മൊത്തം മാറ്റി കളഞ്ഞില്ല, പടമൊന്നും ഇല്ലല്ലോ. അതൊന്നും വേണ്ട, എന്തായാലും നമുക്ക് പതുക്കെ നോക്കാം. എന്താണ്ട് ആവുകയും ചെയ്തു. നമ്മളിപ്പോൾ ഡിവിഷൻ ഞാനൊരു 1900 വരെ ഡിവിഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഡിവിഷൻ താഴേക്ക് ഇറങ്ങിപ്പോഴാണ് 10,000 കാണുന്നത്. എന്തായാലും ഇത്തവണ ഡിവിഷനൊക്കെ ഒന്നും കളിക്കണം. ടൈം കുറവായതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത്തിരി സമയം എടുക്കണം. ഇവിടെ എന്താ കിടക്കണം, കുറേ നേരമല്ല. പിന്നെ എന്തെങ്കിലും കറക്കാണ്ട് ഇതൊക്കെ തന്നെ കളക്ട് ആയാ? അയ്യോ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. തന്നെ കളക്ട് ആയി. എന്താണ്ട് നമുക്ക് ഇവിടെ ഞെക്കിപ്പോൾ പോയതാണ്. എന്തായാലും മൂഞ്ചിയിട്ടുണ്ട്. 50 പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് ആയിട്ടൊരു പാക്ക് ഓപ്പണിംഗ് ഒക്കെ ചെയ്യാമെന്ന് കുറച്ചൊരു 900 കോയിനും കൊണ്ട് വന്നത്. പക്ഷേ 900 കോയിൻ സേവ് ഇട്ട് വെച്ചാണ്. പക്ഷേ പാക്ക് വന്നില്ല. 6,900 ആയിട്ട് ഫസ്റ്റ് വന്ന് കത്തിക്കുമെന്ന് വിചാരിച്ചാൽ ഒന്നും വന്നില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ.